കഴിഞ്ഞിട്ട് ഒരുപാട് സന്തോഷമുണ്ട്. അതിന് മിസ്റ്റർ സനൂപിനോടും ഡയറക്ടറും റൈറ്ററും ഒക്കെ സനൂപിനോടും നമ്മുടെ പ്രൊഡ്യൂസർ മിസ്റ്റർ ഷിജു, അതുപോലെ തന്നെ നമ്മുടെ പ്രോജക്ട് ഡിസൈനർ മിസ്റ്റർ സുധൻ, അപ്പോൾ എല്ലാവരോടും പ്രത്യേകം നന്ദി പറയുന്നു. കൂടെ ഉണ്ടായിരുന്ന എല്ലാവരോടും, ബ്രഹ്മേട്ടൻ, അതുപോലെ തന്നെ അസീസ്, ഒരുപാട് പേരുണ്ട്. അപ്പോൾ എല്ലാവരോടും, തുഷാര, നമ്മുടെ ബാലാജി, ഒരുപാട് പേരുണ്ട്. അതുപോലെ എല്ലാവരോടും എല്ലാവരോടും പ്രത്യേകം ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ? സോറി, ഈ ഒരു എക്സൈറ്റ്മെന്റിലാണ്. പേട്ടയുണ്ട്. അപ്പൊ എല്ലാവരോടും ഒരുപാട് നന്ദി പറയുകയാണ്. ഇനി ഇതുപോലുള്ള നല്ല സിനിമകൾക്ക് നമ്മുടെ ഭാഗത്ത് നിന്ന് ഉള്ള ശ്രമങ്ങളുണ്ടാവും. നിങ്ങൾ പ്രേക്ഷകരാണ് എപ്പോഴും നമ്മളോടൊപ്പം വേണ്ടത്. അപ്പോൾ ഈ സിനിമയ്ക്ക് നിങ്ങൾ നൽകിയ എല്ലാ പ്രോത്സാഹനത്തിനും നിങ്ങളുടെ അഭിപ്രായങ്ങൾക്കും എല്ലാം ആയിരം നന്ദി പറയുന്നു. ഇതുപോലൊരു ചെറിയ സിനിമ 25 ദിവസം എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമാണ് ഞങ്ങളെ സംബന്ധിച്ച്. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി പറയുന്നു. താങ്ക് യു സോ മച്ച്. ശരിക്കും ഒരു വലിയ വിജയത്തിൻ്റെ ഒരു നിമിഷമാണ്. കാര്യം ഈ ഒരു സിനിമയുടെ അറിയാം, നമുക്കതിൻ്റെ ഒരുപാട് പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് നമ്മൾ ചെയ്തൊരു സിനിമ. ആ സിനിമ ഇത്രയും വലിയൊരു വിജയത്തിലേക്ക് എത്തുന്നു. ഇത് കണ്ട പ്രേക്ഷകരെല്ലാം ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാവരും ഒന്നടങ്കം ഒരേ അഭിപ്രായമാണ്. അത് ഏറ്റവും നല്ലൊരു അനുഭവമായിരുന്നു എന്നാണ് അവരെല്ലാം പറഞ്ഞത്. ഈ സിനിമ തീർച്ചയായിട്ടും ഇത് നേരത്തെ പറഞ്ഞതുപോലെ ഇത് പ്രേക്ഷകരിലേക്ക് കൂടുതൽ എത്തേണ്ടതുണ്ട്. അത് ഇനിയും അതിനുള്ള സാഹചര്യങ്ങളുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എല്ലാ പ്രേക്ഷകരും, നല്ല സിനിമയെ സ്നേഹിക്കുന്ന പ്രേക്ഷകർ തീർച്ചയായിട്ടും കാണട്ടെ. ഇത് കൂടുതൽ വിജയങ്ങളിലേക്ക് ഈ സിനിമ എത്തട്ടെ. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരെയും ഞാൻ ഹൃദയപൂർവ്വം അഭിനന്ദിക്കുകയാണ്. എല്ലാ ആശംസകളും ഈ സിനിമയുടെ ടീമിന് മുഴുവൻ. ഈ സിനിമയ്ക്ക് ഒരു പ്രൊഡ്യൂസറാണ് തീർച്ചയായിട്ടും സിനിമയുടെ ഒരു ബാക്ക് ബോൺ എന്ന് പറയുന്നത്. അദ്ദേഹം നമ്മുടെ കൂടെ ഉണ്ട്. പ്രൊഡ്യൂസർ ഉണ്ടെങ്കിലേ സിനിമയുള്ളൂ. അത് നടനും അല്ല, നടനുണ്ടെന്ന് പറഞ്ഞതുകൊണ്ട് ഇത് നിർമ്മിക്കാൻ തയ്യാറായി വന്ന പ്രൊഡ്യൂസർ, അത് തീർച്ചയായിട്ടും ക്യാമറ വേണം. അപ്പോൾ അദ്ദേഹത്തെ ഇങ്ങനെ ഒരു ചിത്രം നിർമ്മിക്കാൻ ആ ഒരു ഒക്കെ ഒരു സംവിധായകൻ, എല്ലാവരെയും നമ്മുടെ ഇതിൻ്റെ ആ ടീം മുഴുവൻ ഇവിടെ ഉണ്ട്. അവരെല്ലാം ഹൃദയപൂർവ്വം അഭിനന്ദിക്കുന്നു. എല്ലാ ആശംസകളും. OTT വരുമ്പോൾ സിനിമാ തിയേറ്ററിൽ കണ്ടില്ല എന്ന് പറഞ്ഞ് വിഷമിക്കാൻ പാടില്ല. അതുകൊണ്ട് തിയേറ്ററിൽ ഇനിയും കുറച്ച് ദിവസം കൂടെ ഉണ്ട്. തീർച്ചയായിട്ടും എല്ലാവരും പോയി കാണുക. OTT തീർച്ചയായിട്ടും ഇതൊരു വലിയ ചർച്ചയാവും എന്നുള്ളതിന് ഒരു സംശയം. രണ്ടാം ഭാഗത്തിന്റെ സസ്പെൻസ്, കൊലപാതകി ഞാനാണ്. അടിപൊളിയാവട്ടെ, 50 കോടി അടിക്കട്ടെ. ഈ സന്തോഷ ദിവസത്തില് ഒരു ദുഃഖം എന്ന് പറയാൻ, ഈ സന്തോഷ ദിവസത്തിൽ ഒരു ദുഃഖം എന്ന് പറയാൻ, നമ്മുടെ ഈ സിനിമ ഇത്രയും നല്ലൊരു സിനിമ സത്യം പറഞ്ഞാൽ ജനങ്ങളിൽ ഒരുപാട് എത്തിയിട്ടില്ല എന്നുള്ളൊരു ഭയങ്കരമായിട്ടൊരു ദുഃഖം നമുക്കുണ്ട്. കാരണം ഇത് കണ്ട എല്ലാവരും, ഇപ്പൊ കണ്ട നിങ്ങൾക്ക് തന്നെ മനസ്സിലായില്ല പടം എന്താണെന്ന്. നല്ലൊരു പടമായിരുന്നു. പക്ഷെ ഇനിയും ഇങ്ങനെയുള്ള പടങ്ങൾ എത്താൻ വേണ്ടി നിങ്ങളും കാരണം നിങ്ങൾ ഇങ്ങനെയുള്ള 25-ാം ദിവസത്തിലല്ല വരേണ്ടത്. നിങ്ങൾ ഈ പടത്തിൻ്റെ തുടക്കമേ വന്ന് ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കണം. നിങ്ങളെ ഇൻഫ്ലുവൻസുകൾ സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ജനങ്ങൾ എത്തിക്കണം. എന്തായാലും ഇപ്പോഴും തിയേറ്ററിൽ ഇത് ഓടുന്നുണ്ട് എന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഷാജി ചേട്ടൻ ആഴ്ച പൊളിച്ച് രക്ഷയില്ലായിരുന്നു. അതിനൊരു ഭാഗമാകാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം. ഇനിയും ഇതിൻ്റെ നല്ല നല്ല സിനിമകൾ ഇറങ്ങട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു. താങ്ക് യു.